മലയാളമാണ് കൂടെയുള്ളത്. ഞാൻ RJ രേഷ്മയാണ്. എന്റെ ഒപ്പമുള്ളത് കൂടെ ഞാൻ RJ പൊന്നിയുമാണുള്ളത്. അപ്പൊ പൊന്നി, എന്തോ ഇന്നത്തെ ഡേ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ല, തീർച്ചയായിട്ടും. എനിക്ക് പൊന്നിയോട് ഒരു കാര്യം, ബുക്ക് കിട്ടിയാണോ? പ്രൊഫഷണൽ എത്തിക്സിന്റെ ബുക്കാണോ? ഇതേ കിട്ടിയുള്ളൂ. ഇതാന്ന് തോന്നുന്നു. അവരെപ്പോഴും ഒരുമിച്ചാണല്ലോ. അവരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് ബുക്കിന്റെ ഡിസ്കസ് ചെയ്തു. എന്നാലും അവന് ബുദ്ധിയില്ല. പക്ഷെ വീഡിയോ എടുക്കാനുള്ള കഴിവ് ദൈവസഹായത്ത് കൊടുത്തിട്ടുണ്ടെന്നാവും. എഡിറ്റ് ചെയ്തു. നിന്റെ വീടിന്റെ അടുത്തല്ലേ മറ്റേ വീട്? നീ എവിടെ? കാസർഗോഡ്. പിന്നെ എന്തൊക്കെയാ വിശേഷം? റിസൾട്ട് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം ഇതിലും നല്ലതായിരുന്നു. നിനക്കോ? നിനക്കോ? കുഴപ്പമില്ലായിരുന്നു. മഴയല്ലേ ഇപ്പൊ? എനിക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലേ? അപ്പൊ മഴയുള്ളപ്പോ റീൽ എടുക്കും, നല്ല റീച്ച് കിട്ടും. ഇനി ഓൾറെഡി നല്ലോണം പഠിക്കുന്നതല്ല. വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ RS വരെ ഒന്ന് വിടാവോ? ഇടാലോ. കുഴപ്പമില്ല, ഏകദേശം ഒക്കെ. സോനയും ഇവരുമല്ലേ ഇവരിപ്പോ റിലേഷനിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ കാര്യം ചെയ്യാം, ഇതങ്ങ് പോസ്റ്റ് ചെയ്യാം, വൈറലാവട്ടെ. ഇതോ മഴത്തെ വീഡിയോ അല്ലേ? എടാ, ഇത് സോനയും ഐവിനും അല്ലേ? ഇവര് കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണോന്നും അറിയില്ല. എന്തായാലും വൈറലാവും. വൈറലൊക്കെ ആവും. പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, പിന്നെ ഫ്യൂച്ചർ എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന്. നീ മറ്റൊരാളുടെ ഭാഗത്ത് ഇത് എന്താ നടക്കുന്നതെന്നൊന്നും നിനക്ക് അറിയത്തില്ല. അപ്പൊ നീ ഇത് ചെയ്യുമ്പോ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. സോനയുടെ ഐവിന്റെ എന്തോ വീഡിയോ അവിനാശം എടുത്ത് നമ്മൾ റീല് പോസ്റ്റ് ചെയ്യാൻ പോകാനൊക്കെ പറയുന്ന കേട്ടു. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ എല്ലാരും പറയുന്നത് സംഭവം. ഞാൻ അവരോട് മഴ പെയ്തപ്പോ റീലിന് റീച്ച് കിട്ടാനായിട്ട് എന്തെങ്കിലും മഴയുടെ റീൽ എടുക്കാൻ പറഞ്ഞാൽ ഇനി അതുവല്ലോ ആയിരിക്കും. എന്നാ അതുമല്ല ആയിരിക്കും. ഇത്തരം കേസുകൾ കേൾക്കുന്നത് ഇപ്പോൾ തുടർക്കാഴ്ചയായി മാറിയിരിക്കുന്നു. കുറച്ച് മനുഷ്യർ സ്വന്തം പ്രശസ്തിക്കോ അതോ മറ്റെന്തിനോ വേണ്ടി മറ്റു മനുഷ്യരെ അവരുടെ ചതുരംഗ കളിയിലെ ആളുകളാക്കി മാറ്റുന്നു. അതിന് ഉദാഹരണത്തിന് കുറെ അധികം കേസുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 2022 മുതൽ 26 വരെയുള്ള സെൻസസുകൾ എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യാജ കേസുകളുടെ ഉയർച്ചയാണ്. 3000 നിന്ന് 12,000 വരെയാണ് ഈ കേസുകൾ ഉയർന്നത്. അതായത് 60%. മറ്റുള്ളവരുടെ വികാരങ്ങളെ ഒരു ഉൽപ്പന്ന വസ്തുക്കളായി മാത്രം കാണുന്ന ഈ അൺഎത്തിക്കൽ സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം: നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനാണ് എന്ന് ഹൃദയപൂർവ്വം ഗ്രൂപ്പ് 4